വിശുദ്ധ ബൈബിളിൽ പറയുന്ന ദൈവം അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗവും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള അന്തരം എന്തെന്ന് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയണമെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, എല്ലാ മതങ്ങളും സത്കർമ്മങ്ങളായിരുന്നാലും സത്ക്രിയകളായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും ചെയ്യാനായിട്ട് ഉപദേശിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നതാണ് ക്രിസ്തീയത എന്നുള്ളത്. വ്യത്യാസം മനസ്സിലായല്ലോ. ആദമും ഹവ്വായും പാപം ചെയ്ത ഉടനെ ദൈവത്തെ അന്വേഷിച്ചത് അവരല്ല, അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അവരുടെ അടുക്കലേക്ക്, തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നീ എവിടെ എന്ന് വിളിച്ചതും അന്വേഷിച്ചതും ദൈവമാണ്. ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്, വാ നമുക്ക് തമ്മിൽ സംസാരിക്കാം, വി ക്യാൻ ഹാവ് എ ഡിബേറ്റ് ടുഗദർ എന്നാണ് ദൈവം പറയുന്നത്. ഖുറാനിലെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം സംസാരിച്ചു കഴിഞ്ഞു, ഇനി ദൈവം ഒരിക്കലും ആരുമായിട്ടും ഇടപെടുന്നില്ല. അവർക്കും സ്നേഹവന്ദനം. അള്ളാഹുവും വിശുദ്ധ ബൈബിളിലെ ദൈവവും ഒരേ വ്യക്തി തന്നെയല്ലേ എന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ദൈവിക വെളിപ്പാടിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യരോട് എങ്ങനെ സംസാരിക്കുന്നു? ദൈവമുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ സമ്മതിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവം ഒരു വ്യക്തിയോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ, അതോ തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മളോട് എല്ലാവരോടും ദൈവത്തിന് സംസാരിക്കാൻ കഴിയുമോ? ചോദ്യമാണ്. വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു എന്നുള്ള വലിയൊരു പ്രമേയം നമുക്ക് കാണാൻ സാധിക്കും. ഖുറാനിലാകട്ടെ ഇസ്ലാമിൻ്റെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് ദൈവം തീർത്തു എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിന് മറ്റൊന്ന് സംസാരിക്കാനായിട്ടില്ല, മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നില്ല എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട്. ഇത് തമ്മിൽ വലിയൊരു വിരുദ്ധതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു പ്രത്യേക വ്യക്തികളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവരോട് മാത്രമേ ഇടപെടുകയുള്ളൂ, ബാക്കിയുള്ള നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ? അവിടെയാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണ് എന്ന് പറയുന്നു. അങ്ങനെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് ദൈവത്തിന് എക്കാലവും സംസാരിക്കാനായിട്ട് സാധിക്കും. ത്രികാലങ്ങളിലും ഇടപെടുവാൻ കഴിവുള്ളവനാണ് നമ്മളുടെ ദൈവം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, ഖുറാൻ ആകട്ടെ ആത്യന്തികമായിട്ട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട് അന്ത്യപ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച് നിർത്തി എന്നുള്ള വാദം വരുമ്പോഴാണ് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ത്രിയേക ദൈവത്തെ അല്ലെങ്കിൽ സത്യദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഖുറാനികമായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ദൈവിക വെളിപാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യരോട് എങ്ങനെ സംസാരിക്കുന്നു, അതാണ് നമ്മൾ ഈ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൂർവ്വകാലത്ത് എന്ന് പറഞ്ഞാൽ പൗരാണികമായിട്ട് പല പ്രകാരത്തിലും പല വിധങ്ങളിലും ദൈവം പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഈ അന്ത്യകാലത്തോ അവൻ സകലത്തിനും അവകാശിയാക്കിയവനും താൻ മുഖാന്തരം ലോകങ്ങളെ സൃഷ്ടിച്ചവനുമായ തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില പദങ്ങൾ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ദൈവിക വെളിപ്പാട്, ഡിവൈൻ റെവലേഷൻ. ഈ ഡിവൈൻ റെവലേഷൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ജനറൽ റെവലേഷൻ അല്ലെങ്കിൽ പൊതു വെളിപ്പാട് എന്ന് പറയുന്നതും, പ്രത്യേക വെളിപ്പാട് അല്ലെങ്കിൽ സ്പെഷ്യൽ റെവലേഷൻ എന്ന് പറയുന്നതും, പ്രോഗ്രസീവ് റെവലേഷൻ അല്ലെങ്കിൽ പുരോഗമന വെളിപ്പാട് എന്ന് പറയുന്നതും, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ദൈവനിശ്വാസ്യം എന്ന് പറയുന്നതായിട്ടുള്ള ചില പദങ്ങൾ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ തിരുവെഴുത്ത് എന്നുള്ള പദം പലപ്പോഴായിട്ട് ഉപയോഗിക്കും. തിരുവെഴുത്ത് എന്ന് പറയുന്നത് സ്ക്രിപ്ചറിനെ അടിസ്ഥാനമാക്കിയാണ്. അത് ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ആ സ്ക്രിപ്ചർ എന്നവിടെ പറയുന്നത്. പ്രവാചകൻ എന്നുള്ള പദം നമുക്കറിയാം, പ്രോഫറ്റ് അല്ലെങ്കിൽ നബി എന്നൊക്കെ നമ്മൾ പറയും. ദൈവവചനം അല്ലെങ്കിൽ ദ വേർഡ് ഓഫ് ഗോഡ്. അതേപോലെ തന്നെ ഇൻകാർനേഷൻ, അവതാരം. ഈ ഇൻകാർനേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ദശാവതാരങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. 10 അവതാരങ്ങൾ, അത് വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. അപ്പോൾ ആ അവതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വിഷ്ണു ഒരു അവതാരമായിട്ട് വരും. ഉദാഹരണത്തിന് ആദ്യം മത്സ്യമായിട്ട് അവതരിച്ചു, പിന്നെ കൂർമ്മമായിട്ട്, അങ്ങനെ വരാഹം.
ഇങ്ങനെ ഓരോ അവതാരങ്ങൾ വരികയും അതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണോ അവതരിച്ചിരിക്കുന്നത് അതിനുശേഷം പൂർവ്വ അസ്തിത്വത്തിലേക്ക് തന്നെ, വിഷ്ണുവിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അവതാരത്തിനൊന്നും തന്നെ ആ കാലഘട്ടത്തിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രസക്തിയില്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്ന് പറയുന്നത് ആയിട്ടും എന്നേക്കുമായിട്ടുള്ള ഒരു ജഡാവതാരമാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻകാർണേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റ് ദേശാവതാരവുമായിട്ട് അതിനെ ഒരിക്കലും ബന്ധിപ്പിക്കാൻ കഴിയാത്തത്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അറബി ഭാഷയിൽ എന്നുള്ള ഒരു പദമാണ് വെളിപ്പാടിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവതാരവും വെളിപ്പാടും രണ്ടും രണ്ടാണ്. അവതാരം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ട് ദൈവം ഇൻകാർണേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഖുറാനികമായിട്ട് അറബി പദത്തിൽ പറഞ്ഞിരിക്കുന്ന വഹി എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് മുഖാന്തരം നബിക്ക് ലഭിക്കുന്നതായിട്ടുള്ള അരുളപ്പാടുകളാണ്. അവയാണ് വഹി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവിക വെളിപ്പാട്. അപ്പോൾ ഒരു വാക്ക് ഈ കുറിച്ച് ഞാൻ പറയട്ടെ. അപ്പോൾ ഈ എപ്പിസോഡ് പൂർത്തിയാക്കുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്ക് വ്യക്തമാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒന്ന്, ബൈബിൾ വീക്ഷണത്തിൽ ദൈവിക വെളിപാടിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ട് ദൈവിക വെളിപാട് ആവശ്യമാണെന്ന് വിശദീകരിക്കുകയാണ് ഞാൻ ഇതിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പൊതു വെളിപ്പാടും പ്രത്യേക വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. പുരോഗമന വെളിപാട് എന്ന ബൈബിൾ സിദ്ധാന്തത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പരമമായ വെളിപ്പാടാണെന്ന്, അതാണ് ഇൻകാർണേഷൻ എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. അപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരണത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക വഹി സിദ്ധാന്തം എന്താണ് എന്നുള്ളതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തീയവും ഇസ്ലാമികവുമായ വെളിപാട് സങ്കല്പങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വെളിപാട് എന്ന സിദ്ധാന്തത്തെ ക്രിസ്തീയ വിശ്വാസം, ആരാധന, സാക്ഷ്യം എന്നീ നിലയിലാണ് നമ്മൾ പ്രായോഗികമാക്കി മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ ഞാൻ ചേർക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദൈവശാസ്ത്ര സമ്പ്രദായവും ആരംഭിക്കുന്നത് ഒരു അധികാര സ്രോതസ്സിൽ നിന്നാണ്. പറയാം, ഓരോ ദൈവശാസ്ത്ര സമ്പ്രദായവും ആരംഭിക്കുന്നത് ഒരു അധികാര സ്രോതസ്സിൽ നിന്നാണ്. ദൈവം ആരാണെന്നോ യേശു ക്രിസ്തു ആരാണെന്നോ ചോദിക്കുന്നതിന് മുമ്പ് അതിപ്രധാനമായ മറ്റൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തന്നെ എങ്ങനെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്? ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള എല്ലാ മാനുഷിക വിവരണങ്ങളും കേവലം ഊഹാഭോഗങ്ങൾ മാത്രമാകയില്ലേ? എന്തൊക്കെ ദൈവം ഉണ്ടെന്ന് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. സൃഷ്ടിയുടെ അത്ഭുതകരമായ ക്രമത്തെ ശാസ്ത്രത്തിന് വെളിപ്പെടുത്താനും സാധിക്കും. ആത്മീയ നിയമമുണ്ടെന്ന് മനുഷ്യ മനസാക്ഷിക്കും സാക്ഷ്യം നൽകാൻ സാധിക്കും. പറയുന്നതായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം നൽകാൻ ഈ പറയുന്ന തത്വശാസ്ത്രത്തിനോ സയൻസിനോ അല്ലെങ്കിൽ നമ്മുടെ നിഗമനങ്ങൾക്കോ ഒന്നും തന്നെ സാധിക്കയില്ല എന്നുള്ളത് നമ്മൾ അറിയണം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്. സ്വഭാവം എന്താണ് എന്നുള്ളത് സയൻസ് വിശദീകരിക്കുകയില്ല, ഫിലോസഫി വിശദീകരിക്കുകയില്ല, മാനുഷിക നിഗമനങ്ങളിലൂടെ നമുക്ക് ഒരു നിഗമനത്തിലെത്താനും കഴിയുകയില്ല. ഇപ്പം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന ചോദ്യത്തിന് ലോകം എന്തുകൊണ്ട് പാപത്താലും കഷ്ടപ്പാടുകളാലും നിറഞ്ഞിരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടിയും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ പാപികൾക്ക് വിശുദ്ധനായ ദൈവവുമായി എങ്ങനെ രമ്യപ്പെടാൻ സാധിക്കും എന്ന മറ്റൊരു ചോദ്യം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? അതിനപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ? കരുണയോട് തന്നെ വെളിപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന ബോധ്യത്തോടെയാണ് ക്രിസ്തീയ വിശ്വാസം തന്നെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ ക്രിസ്തു മാർഗം എന്നത് ായി മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതല്ല, മറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതിനായി മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ ദൈവിക വെളിപാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തെ മനുഷ്യൻ തേടിക്കണ്ടെത്തുന്നതല്ല, മറിച്ച് ദൈവം തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവനെ കണ്ടെത്തുന്നതും അവനത് ബോധ്യമാക്കി കൊടുക്കുന്നതുമായ അവസ്ഥയാണ് ഇവിടെ വിശുദ്ധ ബൈബിൾ ദൈവിക വെളിപ്പാട് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കണം. പ്രവാചകന്മാരിലൂടെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെയും തൻ്റെ ഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇസ്ലാമും പഠിപ്പിക്കുന്നുണ്ട്.
എന്നിരുന്നാലും ഈ വെളിപാടിൻ്റെ രീതി, ഉള്ളടക്കം, സമാപനം, അധികാരം എന്നിവയിൽ ക്രിസ്തു മാർഗവും ഇസ്ലാമും തമ്മിൽ അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ ആഴമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യാസങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചർച്ചകളിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രധാന സിദ്ധാന്തത്തെയും വളരെ കൃത്യമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശകലനം ചെയ്യുക. അതുകൊണ്ട് ക്രിസ്തു മാർഗത്തിലെയും ഇസ്ലാം മതത്തിലെയും ദൈവത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും താരതമ്യം ചെയ്യുന്നതിന് മുമ്പ് വെളിപാടിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്. തന്നെ ചരിത്രത്തിലുടനീളം ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായി മനുഷ്യൻ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗീതകൾ, ക്ഷേത്രങ്ങൾ പണിതു, അർപ്പിച്ചു, തത്വചിന്തകൾ വികസിപ്പിച്ചു, ആകാശത്തെ നിരീക്ഷിച്ചു. അന്തിമ യാഥാർത്ഥ്യത്തിനായുള്ള തങ്ങളുടെ അന്വേഷണത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പലതും രചിക്കപ്പെട്ടു. ലോകത്തിനപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അഗാധമായ ബോധ്യത്തിന് ഓരോ സംസ്കാരവും സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ സാർവത്രിക അന്വേഷണം ഒരു പ്രധാന ചോദ്യം നമ്മളിൽ തന്നെ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യർ സഹജമായി ദൈവത്തെ അന്വേഷിക്കുന്നു. വാദികൾ പോലും, ദൈവമില്ലെന്ന് പറയുന്ന, ദൈവമില്ലെന്ന് വാദിക്കുന്ന വ്യക്തികൾക്ക് പോലും ദൈവമുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ഞാൻ ഈ സമയത്ത് ബഹുമാനപ്പെട്ട E.A. ജബ്ബാർ മാഷെ അനുമോദിക്കുകയാണ്. അതിൻ്റെ പല പ്രഭാഷണങ്ങളിലും അദ്ദേഹം ഈശ്വരവിശ്വാസിയാണോ അഗ്നോസ്റ്റിക് ആണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തമ്മിൽ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഫാദർ KK അലവിയുടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ സമയത്തൊക്കെ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ സൗഹൃദം എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന 2-3 പോയിന്റുകൾ, ചിന്തനീയമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അല്ല, ബഹുമാനപ്പെട്ട E.A. ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങളാണ്. ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പം മനുഷ്യൻ്റെ ക്വാളിറ്റിയേക്കാളും ഉന്നതമായിരിക്കണം ദൈവത്തിൻ്റെ ക്വാളിറ്റി. അല്ലാതെ മനുഷ്യൻ്റെ ക്വാളിറ്റിയേക്കാളും ഏറ്റവും താഴെ നിലയിലാണെങ്കിൽ അതെങ്ങനെയാണ് ദൈവമാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള വ്യക്തി ദൈവത്തിൻ്റെ സ്വഭാവമുള്ള വ്യക്തിയാണെന്ന് പറയാൻ കഴിയുന്നത്? ഇരിക്കുന്ന ആ ചോദ്യം 100% അടിവരയിടേണ്ടതായ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ക്വാളിറ്റീസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ്. ഈ വെളിപ്പാട് ഓരോ വ്യക്തികൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓരോ വ്യക്തികളും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ശരിയല്ലേ? ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് കിട്ടിയെങ്കിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അത് കിട്ടാത്ത ആളിനേക്കാളും. ദൈവ വെളിപ്പാടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ ദൈവിക വെളിപ്പാട് എല്ലാ മനുഷ്യരെയും ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവിലേക്ക് നയിക്കുന്നതായിരിക്കണം, കേൾവിയായിരിക്കരുത്. അതൊരനുഭവമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതാണ് വിശുദ്ധ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ദൈവം നമ്മളോട് സംസാരിക്കുന്നു, വ്യക്തികളോട് സംസാരിക്കുന്നു. നമ്മളുമായിട്ട് ദൈവത്തിന് സംസാരിക്കാനും സംവാദിക്കാനും താല്പര്യമുണ്ട്. വചനം, ബൈബിൾ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വരുവീൻ, നാം തമ്മിൽ വാദിക്കാം. മനുഷ്യനെ വിളിക്കുകയാണ്, വാ നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഡിബേറ്റ് എന്നാണ് ദൈവം പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രം കേട്ട് ജീവിച്ചാൽ പോരാ. ഒരു കൺസെപ്റ്റാണ് ബൈബിളിലെ ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ ഖുറാനികമായിക്കൊള്ളട്ടെ, കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം സംസാരിച്ചു കഴിഞ്ഞു, ഇനി ദൈവം ഒരിക്കലും ആരുമായിട്ടും ഇടപെടുന്നില്ല. ആ ഒരു വ്യക്തിയിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് ദൈവത്തെ അറിയാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നത് വലിയൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചോദിച്ച ചോദ്യങ്ങൾക്ക് ബൈബിൾ വളരെ പരസ്പര പൂരകങ്ങളായിട്ടുള്ള 2 വഴികളിലൂടെ ഉത്തരം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് ബൈബിളിൻ്റെ ശ്രേഷ്ഠത. മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ സൃഷ്ടികളുടെ മണിമകുടമാണ് മനുഷ്യൻ എന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ ദൈവം സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് യുക്തിചിന്ത, ധാർമ്മിക ബോധം, ആത്മീക ശക്തി, തന്നെ സൃഷ്ടിച്ചവനെ അറിയുവാനും ആരാധിക്കുവാനുള്ള കഴിവ് എന്നിവയെല്ലാം ഉണ്ട് എന്നുള്ളത്
ബൈബിൾ പഠിപ്പിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ പ്രതിച്ഛായ വഹിക്കുന്നവർ എന്ന നിലയിൽ മനുഷ്യർക്ക് തങ്ങളെ സൃഷ്ടിച്ചവനോടുള്ള സഹജമായ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഉത്കടദാഹം ഉണ്ട്. ആന്തരികമായിട്ട് ദൈവത്തെ അറിയണം, ദൈവമായിട്ടൊരു സഖിത്വം വേണം എന്നുള്ള ഒരു ചിന്ത. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പാപത്താൽ ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം തകർക്കപ്പെട്ടു എന്നും തിരുവെഴുത്ത് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിലെ 3-ാം അധ്യായം മനുഷ്യൻ്റെ ദൈവത്തോടുള്ള മത്സരം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മനുഷ്യ അനുഭവത്തിലേക്ക് അന്യവൽക്കരണം, കുറ്റബോധം, മരണം, ആത്മീയ അന്ധത എന്നിവ കടന്നു വരുവാൻ കാരണമായി എന്ന് ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നത് തുടരുന്നുണ്ടെങ്കിലും അവരുടെ ധാരണ ഇപ്പോൾ പാപത്താൽ മങ്ങിയിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യനിൽ പാപം കിടക്കുന്നതുകൊണ്ടാണ്. വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഈ ദയനീയ അവസ്ഥയെ വിശദമാക്കുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അപ്പം ദൈവം ഉണ്ടെന്ന് അറിയാത്തതല്ല, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് പറഞ്ഞ് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ചിന്തകളിൽ വ്യർത്ഥരായിത്തീർന്നു. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തെക്കുറിച്ച് കൃത്യമായ അറിവ് മനുഷ്യന് ലഭിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ ദൈവം ആരെന്നറിയുവാനോ ഈ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് ഗ്രഹിക്കുവാനോ തക്കവണ്ണം മനുഷ്യൻ നിന്നു കൊടുക്കുന്നില്ല. ദൈവവുമായിട്ടൊരു സഖിത്വം നിലനിർത്താൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വലിയൊരു തെറ്റ് മനുഷ്യനിൽ കാണുന്നു എന്ന് ബൈബിൾ പറയുന്നത്. ഒരു ചോദ്യം പ്രസക്തമായിട്ടുള്ളത്, മാനവികതയ്ക്ക് വെളിപ്പാട് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. നിരീശ്വരവാദികളും വിശ്വസിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ദൈവവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്നത് മാനവികതയ്ക്ക് ദൈവ വെളിപ്പാട് ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവം ആവശ്യമില്ല എന്നുള്ളതാണ്. ബൈബിൾ മാനവികതയെ തന്നെ ധരിക്കുന്നത് ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ആ നിലവാരത്തിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കി തരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ കട്ടിയാണെന്ന് എനിക്കും അറിയാം, ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ എൻ്റെ എതിരെ വരുന്ന ഒരു വ്യക്തിയെ എൻ്റെ സഹോദരനായിട്ട് സമസൃഷ്ടമായിട്ട് അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ അവനും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ദൈവസ്വരൂപവും സാദൃശ്യവും ഇല്ല എന്നും അവർ കേവലം മൃഗങ്ങളെ പോലെ തന്നെയാണ് എന്നും നമ്മൾ ചിന്തിക്കും. ഇവിടെയാണ് ബൈബിളും മറ്റുള്ള ചിന്താധാരകളും തമ്മിലുള്ള വ്യത്യാസം. ബൈബിൾ മാനവികതയ്ക്ക് ദൈവിക വെളിപ്പാട് ആവശ്യമായിരിക്കുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം മതത്തിൻ്റെ ചരിത്രം പല കാര്യങ്ങളിലും മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ചരിത്രമാണെന്നുള്ളത് നമുക്കറിയാം. ഓരോ നാഗരികതയും പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ജീവിതത്തിൻ്റെ അർത്ഥം, തിന്മയുടെ യാഥാർത്ഥ്യം, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശ എന്നിവയെക്കുറിച്ച് അഗാധമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ, വിശുദ്ധ ആചാരങ്ങൾ, ദാർശനിക വിദ്യാലയങ്ങൾ, മതപരമായ എന്നിവയെല്ലാം മനുഷ്യൻ്റെ അഗാധമായ ആത്മീയ ദാഹത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ബൈബിൾ ശ്രദ്ധേയമായ ഒരു സത്യം അവതരിപ്പിക്കുകയാണ് ഇവിടെ. എന്താണത്? ആളുകൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? മതങ്ങൾ തമ്മിൽ അന്തരം വിശുദ്ധ ബൈബിളിൽ പറയുന്ന ദൈവം അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗവും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള അന്തരം എന്തെന്ന് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയണമെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ, മതങ്ങളും ദൈവത്തെ അന്വേഷിക്കാനുള്ള സത്കർമ്മങ്ങളായിരുന്നാലും സത്ക്രിയകളായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും ചെയ്യാനായിട്ട് ഉപദേശിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് വന്നതാണ് ക്രിസ്തീയത എന്നുള്ളത്. മനസ്സിലായല്ലോ? ദൈവത്തെ മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല, മനുഷ്യൻ്റെ അടുക്കിലേക്ക് ദൈവം അന്വേഷിച്ച് വന്നു എന്നുള്ളതാണ് ബൈബിളിൻ്റെ മുഖ്യ പ്രമേയം. അതാണ് ക്രിസ്തീയ മാർഗവും മറ്റെല്ലാ മതങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ദൈവശാസ്ത്രം പടുത്തുയർത്താനായിട്ട്, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹവ്വായും പാപം ചെയ്ത ഉടനെ ദൈവത്തെ അന്വേഷിച്ചത് അവരല്ല, അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അവര് ഒളിച്ചിരുന്നപ്പോൾ അവരുടെ അടുക്കലേക്ക്
തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നീ എവിടെ എന്ന് വിളിച്ചതും അന്വേഷിച്ചതും ദൈവമാണ്. മനുഷ്യനെ തേടി വരുന്ന, അന്വേഷിച്ചു വരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അവർ എവിടെയാണെന്ന് ദൈവത്തിന് അറിവില്ലാത്തതുകൊണ്ടല്ല ഈ ചോദ്യം അവരോട് ചോദിച്ചത്, നീ എവിടെയാണ്? ഇത് കേട്ടിട്ട് നിരീശ്വരവാദികൾ പറഞ്ഞേക്കാം, ദൈവത്തിന് പോലെ ഒളിച്ചിരിക്കുന്ന അറിഞ്ഞുകൂടെ? അറിയാമായിരുന്നു. മറിച്ച് വീണുപോയ മാനവികതയ്ക്ക് ദൈവവുമായുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു ക്ഷണമാണ്. ഇന്നും ദൈവം അന്വേഷിക്കുന്നു എന്നതിൻ്റെ ഒരു വിവക്ഷയാണ്. ഓരോ മനുഷ്യൻ്റെ അടുക്കിലേക്കും നിന്റെ അവസ്ഥ എന്താണ്, നിന്റെ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ച് ആ ദൈവിക കൃപ നിറഞ്ഞ ക്ഷണം മനുഷ്യന് തരുന്നതാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. അവിടം കൊണ്ട് അന്വേഷണം നിർത്തിയില്ല ദൈവം. തോട്ടം കൊണ്ട് ദൈവം അന്വേഷണം നിർത്തിയില്ല. ആ അന്വേഷണം നിങ്ങളിലേക്കും എന്നിലേക്കും ഇന്നും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നീണ്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. അപ്പൊ ഈ നിമിഷം മുതൽ തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ ദൈവം മുൻകൈ എടുക്കുന്ന സംഭവമായിട്ട് ബൈബിൾ വളരെ കൃത്യമായിട്ടുള്ള വിവരണം നമുക്ക് തരികയാണ്. ഏത് നിമിഷം മുതൽ മനുഷ്യൻ വീണ് കിടക്കുന്ന നിമിഷം മുതൽ, ദൈവത്തിൽ നകന്ന നിമിഷം മുതൽ. അല്ലാതെ മനുഷ്യൻ എന്തെങ്കിലും മുൻകൈ എടുത്ത് ദൈവത്തെ അന്വേഷിച്ച് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല. മാതൃക തിരുവഴുത്തിലൂടെ തുടരുന്നു എന്നുള്ളത് നമുക്കറിയാം. ദൈവം അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചു. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് ദൈവം സംസാരിച്ചു. ഇസ്രായേലിനെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. സമയം തികഞ്ഞപ്പോൾ തൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അതിനാൽ ദൈവിക വെളിപ്പാട് എന്നത് മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വയം വെളിപ്പെടുത്തലാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങളെ ദൈവം ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വയം വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതിൻ്റെ താഴെ ബോക്സിലേക്ക് എഴുതുക. അതുകൂടാതെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ മുമ്പിലുള്ള വീഡിയോകളും ഇനി തുടർന്നുള്ള വീഡിയോകളും ഇതിനെ സംബന്ധിച്ചുള്ളത് നിങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ച് അടുത്ത വീഡിയോ വരുന്നിടം വരെയും നന്ദി, നമസ്കാരം.